പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള PSC വാർത്തകൾക്കും അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ LDCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും LDCയുടെ പരീക്ഷ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് കേരള PSCയിൽ നടത്താനായിട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞാണ്. അതുപോലെ തന്നെ LDC പരീക്ഷയിലെ ആപ്ലിക്കേഷൻസിന്റെ എണ്ണം അല്ലെങ്കിൽ അപ്ലൈ ചെയ്തവരുടെ എണ്ണം 4 ലക്ഷം അടുപ്പിച്ച് 4-4.5 ലക്ഷം ആൾക്കാർ ഇത്തവണ കുറവാണ് എന്നുള്ള കാര്യവും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ എന്തായാലും LDCയുടെ പരീക്ഷ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ നടക്കാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ വാർഷിക കലണ്ടർ ഇനി എല്ലാ വർഷവും വരാനായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ പരീക്ഷയും എപ്പോഴാണെന്നുള്ള കാര്യം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ LSG സെക്രട്ടറി, അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ, മാർക്കറ്റിംഗ് ഓർഗനൈസർ, അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് നടത്താനായിട്ട് പോകുന്നത്. സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ വനിതാ CPO പരീക്ഷകളൊക്കെ നടത്താനായിട്ട് പോകുന്നത്, അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ നടത്താനായിട്ട് പോകുന്നതൊക്കെ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. നമ്മുടെ UP സ്കൂൾ ടീച്ചറിന്റെ എക്സാമിനേഷൻ ജൂൺ ജൂലൈ ഓഗസ്റ്റ്, അതുപോലെ തന്നെ LP സ്കൂൾ ടീച്ചറിന്റെ എക്സാമിനേഷൻ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, അതുപോലെ തന്നെ LD ക്ലർക്കിന്റെ എക്സാമിനേഷൻ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ്. LGS നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സർവന്റിന്റെ എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത് സെപ്റ്റംബർ ഒക്ടോബർ സമയങ്ങളിലാണ്. അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസിന്റെ എക്സാമിനേഷൻ സെപ്റ്റംബർ ഒക്ടോബർ നവംബറിലാണ്. അതുപോലെ തന്നെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ നടത്താനായിട്ട് പോകുന്നത് സെപ്റ്റംബർ ഒക്ടോബർ നവംബറാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോക്കകത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെയും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നിലവില് നമ്മുടെ ഈ പറയുന്ന LDC അതുപോലെ തന്നെ LGSന്റെ എക്സാംസിന് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അതിന് വേണ്ടിയിട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ LDC അതുപോലെ തന്നെ LGSന്റെ എക്സാമിനേഷന് വേണ്ടിയിട്ട് 200 രൂപ മാത്രമേ കംപ്ലീറ്റ് പേയ്മെന്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ 200 രൂപ നിങ്ങൾ ഈ പറയുന്ന നമ്പറിലേക്ക് 9961116922 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ ആ പേയ്മെന്റിന്റെ വാട്സപ്പ് സ്ക്രീൻഷോട്ട് കൂടി വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അന്ന് തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ LDC പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എക്സൈസിന്റെയും അതുപോലെ തന്നെ CPOയുടെയൊക്കെ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ CPOയുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ്. ഇതും നിങ്ങൾ ചെയ്യേണ്ടത് സെയിം കാര്യം തന്നെയാണ്. നമ്പർ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, 9961116922. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വാർത്തകളിലേക്ക് തന്നെ കിടക്കാം. ബാക്കി വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ LGS എക്സാമിനേഷൻ സെപ്റ്റംബർ നവംബർ ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന എക്സാമിനേഷൻസ് ഇതൊക്കെയാണ് അല്ലേ. CPO WCPO മെയ് ജൂലൈ, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഏപ്രിൽ ജൂൺ, UP സ്കൂൾ ടീച്ചർ ജൂൺ ഓഗസ്റ്റ്, LP സ്കൂൾ ടീച്ചർ ജൂലൈ സെപ്റ്റംബർ. ഓക്കെ, അപ്പോൾ ബാക്കി എക്സാംസിന്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുന്നത് 75 മിനിറ്റും അതുപോലെ തന്നെ മെയിൻസ് പരീക്ഷ 90 മിനിറ്റുമാണ്. അത് പലർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പ്രിലിംസ് പരീക്ഷ നടത്തുന്നത് 75 മിനിറ്റ് ആണ്. മെയിൻസ് പരീക്ഷ ആണെങ്കിൽ അത് 90 മിനിറ്റ് ആണ് കേട്ടോ, 90 മിനിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ 10th ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷ എഴുതാൻ 75 മിനിറ്റ് ആണ്, അല്ലെങ്കിൽ 1.25 മണിക്കൂറാണ് PSC അനുവദിക്കുന്നത്. എന്നാൽ മെയിൻസ് പരീക്ഷ ഉൾപ്പെടെയുള്ള മറ്റു പരീക്ഷകൾക്ക് 90 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂർ അനുവദിക്കും. 100 ചോദ്യങ്ങൾക്കാണ് എല്ലാ പരീക്ഷകളിലും. തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിക്ക് മെയിൻസ് പരീക്ഷയ്ക്ക് 1.5 മണിക്കൂർ 2 പേപ്പർ 1.5 മണിക്കൂറുള്ള 2 പേപ്പർ എന്ന് പറയുമ്പോൾ 100 മണിക്കൂർ വീതം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന പരീക്ഷകളുടെ എല്ലാം സിലബസ് PSCയുടെ വെബ്സൈറ്റിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസിന്റെ പരീക്ഷ അല്ലെങ്കിൽ എല്ലാ ആപ്ലിക്കേഷൻസിന്റെയും നിലവിൽ ഇപ്പോൾ കേരള PSCക്കകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സിലബസ് ആവശ്യമുള്ളവർ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ഓൾറെഡി നമ്മൾ പല പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ LDC ആവാനായിട്ട് 12.95 ലക്ഷം അപേക്ഷകളാണ്. അതുപോലെ ലാസ്റ്റ് ഗ്രേഡ് അപേക്ഷകൾ 3.5 ലക്ഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഗ്രേഡിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, LGS ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള അപേക്ഷകൾ അറിയാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ LDCയിൽ ഇപ്രാവശ്യം ഏകദേശം 4,62,000 അപേക്ഷകൾ കുറവെന്നാണ് പറയുന്നത്.
അപ്പോൾ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ, 1,74,000 പേരാണ് തിരുവനന്തപുരത്തുള്ളത്. ഏറ്റവും കുറവുള്ളത് വയനാടാണ്, 40,267 പേരാണ് എന്ത് ചെയ്യുന്നത്, വയനാട് ജില്ലയിൽ പരീക്ഷ എഴുതാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പൊതു പ്രാഥമിക പരീക്ഷ അല്ലെങ്കിൽ കോമൺ പ്രിലിംസ് ആദ്യത്തെ 4 ഘട്ടം എഴുതാൻ പറ്റാത്തവർക്ക് 5ാമത്തെ ഘട്ടത്തിൽ എഴുതാനായിട്ട് അവസരം എന്ന് പറഞ്ഞിട്ട് PSC നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനുവരി 10 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊഫൈൽ മുഖാന്തരം അപേക്ഷിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സാധ്യതാ ലിസ്റ്റ് വന്നിട്ടുണ്ട്. 1601 പേരാണ് ഈ ഒരു സാധ്യതാ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. 57 മാർക്കായിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ മെയിൻസ് ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസിന്റെ മലപ്പുറം 1ാം ഘട്ട നിയമനം 35 പേർക്ക്, CPO തൃശ്ശൂരിലെ 25 നിയമന ശുപാർശകൾ പോയിട്ടുണ്ട്. കേരള നമ്മുടെ KSRTC സ്വിഫ്റ്റ് ബസ്സിലേക്ക് 600 ഡ്രൈവർ കം കണ്ടക്ടറുകൾ കൂടി നിലവിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്. വനിതാ ഡ്രൈവർ കം കണ്ടക്ടർമാർക്കും അവസരം വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഉൾപ്പെടെയുള്ള 8 തസ്തികയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ECG ടെക്നീഷ്യൻ ഉൾപ്പെടെയുള്ള 7 തസ്തികയിലേക്ക് സാധ്യതാ ലിസ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ കേരള PSC ഈ ആഴ്ച നടത്തിയിട്ടുള്ള പരീക്ഷകൾ, ഇന്റർവ്യൂസ്, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ PSC അഡ്വൈസ് എന്ന് പറഞ്ഞിട്ട് LGS എറണാകുളം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വൈസ് അപ്ഡേറ്റുകളും പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ആഴ്ചത്തെ PSC അപ്ഡേറ്റ്സിനകത്ത് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള PSC വാർത്തകളും അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ LDC LGSന്റെ കോഴ്സുകൾ, അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ, വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെ കോഴ്സുകൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. എത്രയും വേഗം ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അത്രയും ഗുണകരമായിരിക്കും. അപ്പോൾ ലാസ്റ്റ് റൗണ്ട് റിവിഷൻസിനൊക്കെ ഈ പറയുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിരിക്കില്ല. ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.